പ്രണയതാണ്ഡവം. രചന സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 40. മുറ്റത്തു നിന്നും കയറി വന്ന ശ്രീധരൻ വീടും പറമ്പും ആകെ ഒന്ന് നോക്കി. 1 വർഷമായി താൻ ഇവിടെ നിന്നും പോയിട്ട്. ശ്രീധരനെ കണ്ടപ്പോൾ ലക്ഷ്മിയുടെ മുഖം വിടർന്നു. അവൾ അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് സുമയെയും കടന്ന് മുറ്റത്തേക്കിറങ്ങി. ശ്രീധരൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നു. ലക്ഷ്മിയെയും പിടിച്ച് ശ്രീധരൻ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ സുമ പടിയിലേക്ക് ഇറങ്ങി നിന്നു. ശ്രീധരേട്ടൻ എവിടേക്കാ കയറി വരുന്നത്? അയാൾക്ക് തടസ്സമായി സുമ നിന്നുകൊണ്ട് ചോദിച്ചു. സുമയുടെ ആ പ്രവൃത്തി ലക്ഷ്മിക്ക് ഒട്ടും തന്നെ ഇഷ്ടമായില്ല. അമ്മ ഇതെന്താ കാണിക്കുന്നത്? അങ്ങോട്ട് മാറി നിൽക്ക്, അച്ഛൻ അകത്തേക്ക് കയറട്ടെ. ലക്ഷ്മി വീര്യത്തോടു കൂടി സുമയുടെ കൈ തള്ളി മാറ്റി. എന്നാൽ ആ പ്രവൃത്തി ഇഷ്ടമാകാതെ സുമ അവളെ പിന്നിലേക്ക് തള്ളി. ലക്ഷ്മി ശ്രീധരൻ്റെ ശരീരത്തിൽ ഇടിച്ചു നിന്നു. അത് കണ്ടപ്പോൾ സുമയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. ശ്രീധരേട്ടൻ ഇവിടെ താമസിക്കാൻ പറ്റില്ല. വെട്ടിമുറിച്ചതുപോലെയുള്ള സുമയുടെ വാക്ക് കേട്ടപ്പോൾ ശ്രീധരൻ ദേഷ്യത്തിൽ അവരെ നോക്കി. അത് പറയുന്നത് നീയാണോ? എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിനക്കാര് തന്നു സുമേ? ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോൾ ഉള്ള ധൈര്യമാണല്ലോ നിനക്ക്. എന്തുമാവാമെന്നാണോ? ശ്രീധരൻ ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ സുമയുടെ നേർക്ക് നേർ നിന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇത് ശ്രീധരേട്ടൻ്റെ വീടല്ല. ഇത് ബാലമോളുടെ അച്ഛൻ അവൾക്ക് വേണ്ടി വാങ്ങിയതാണ്. പിന്നെ നിങ്ങളെ വീട്ടിലെ കയറ്റാതിരിക്കാനുള്ള അനുവാദം എനിക്ക് ആരും തന്നതല്ല, ശ്രീധരേട്ടനായിട്ട് തരുവിച്ചതാണ്. അന്ന് കേസും കാര്യങ്ങളും ഒക്കെ ആയപ്പോൾ സ്റ്റേഷനിൽ വിളിപ്പിച്ച് പ്രത്യേകം പറഞ്ഞിരുന്നു, ശ്രീധരേട്ടൻ വന്നു കഴിഞ്ഞാൽ ഇനി ഇവിടെ താമസിപ്പിക്കരുതെന്ന്. എനിക്കത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. സുമയുടെ പറച്ചിൽ കേട്ടപ്പോൾ ശ്രീധരൻ ഒന്നടങ്ങി. കാര്യം ശരിയാണ്. ജയിലിൽ നിന്ന് റിലീസാകുമ്പോൾ പോലും അവിടെ നിന്ന് പറഞ്ഞു വിട്ടിരുന്നു, അമ്മയെയും മക്കളെയും ശല്യം ചെയ്യാനായി ഇനി ആ വീട്ടിൽ പോകരുതെന്ന്. പക്ഷേ ബാലയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അയാൾക്ക് അവിടെ നിന്ന് പോകാനും തോന്നുന്നില്ല. ഇപ്പോഴും ബാല എന്ന് പറയുന്നത് ഒരു ലഹരിയായി ശ്രീധരനിൽ അവശേഷിക്കുന്നുണ്ട്. എന്തടവ് പ്രയോഗിച്ചിട്ടാണെങ്കിലും ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ. എന്നാൽ അയാളുടെ നീക്കങ്ങൾ നേരത്തെ മനസ്സിൽ കണ്ട പോലെ സുമ വാതിൽപ്പടിയിൽ തറഞ്ഞു നിന്നു. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങോട്ടാ ശ്രീധരേട്ടാ തള്ളിക്കയറി വരുന്നത്? ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. ശ്രീധരന് സുമയെ അപ്പോൾ തന്നെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി. പക്ഷേ എന്തായാലും ഇവിടെ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ പടി കിടക്കാൻ സുമ അനുവദിക്കില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ കയറി പറ്റിയേ മതിയാകൂ. ശ്രീധരൻ ഓരോരോ കണക്കുകൂട്ടൽ നടത്തി. നീ എന്താ സുമേ ഈ പറയുന്നത്? 1 വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഞാൻ വരുന്നതാണ്. ഈ വീട്ടിൽ എൻ്റെ മക്കൾക്കൊപ്പം താമസിക്കാമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനിപ്പോൾ പഴയ ശ്രീധരനല്ല. അത്ര ദയനീയമായിട്ടായിരുന്നു ശ്രീധരൻ സുമയുടെ മുന്നിൽ നിന്നും അഭിനയിച്ചത്. അമ്മ എന്തൊക്കെയായി പറയുന്നത്? അച്ഛനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ എവിടെ പോകും? നമ്മളല്ലാതെ അച്ഛന് മറ്റാരുമില്ലെന്ന് അമ്മയ്ക്കറിയില്ലേ? ലക്ഷ്മി കൂടി ശ്രീധരനെ വക്കാലത്ത് പിടിച്ചപ്പോൾ ഉണ്ണിക്കുട്ടൻ ഭയത്തോടെ അകത്ത് നിന്നതല്ലാതെ പുറത്തേക്ക് വന്നില്ല. എന്നാൽ ശ്രീധരൻ്റെ നോട്ടം മുഴുവനും അകലെ നിൽക്കുന്ന ബാലയിലായിരുന്നു. അവൾ അത് കണ്ടതും വേഗം തന്നെ അകത്തേക്ക് കയറി. എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. ശ്രീധരേട്ടന് ഇവിടെ താമസിക്കാൻ പറ്റില്ല. താമസിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മറ്റൊരു സ്ഥലം കണ്ടുപിടിച്ചോ? ഇവിടെ പറ്റില്ല, സുമ അറുത്തുമുറിച്ചു പറഞ്ഞു. പെട്ടെന്നിങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും സുമേ? എന്തായാലും ഉടനെയൊന്നും ഒരു സ്ഥലം കണ്ടുപിടിച്ച് മാറാൻ കഴിയില്ല. മാത്രമല്ല അതിനുള്ള പൈസയൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് കുറച്ച് ദിവസം എന്നെ ഇവിടെ താമസിപ്പിച്ചേ മതിയാകൂ. അത് കഴിഞ്ഞ് ഞാൻ മറ്റൊരു സ്ഥലം നോക്കിക്കൊള്ളാം. സുമ പിന്നെയും എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും ലക്ഷ്മി ചാടിത്തുള്ളി സുമയുടെ അടുത്തേക്ക് വന്നു. അമ്മ ബാലേച്ചിക്ക് വേണ്ടിയാണ് അച്ഛനോട് ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ അമ്മയ്ക്ക് ബാലേച്ചി മാത്രമല്ല, ഞാനും ഉണ്ണിക്കുട്ടനും കൂടിയുണ്ട് മക്കളായിട്ട്. ഞങ്ങളുടെ അച്ഛൻ കൂടെ വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അച്ഛനെ എവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല. അച്ഛൻ പറഞ്ഞല്ലോ സാവധാനത്തിൽ എവിടെയെങ്കിലും മാറിക്കൊള്ളാമെന്ന്. അതുവരെ സമാധാനിക്കാൻ വയ്യേ? സുമ പിന്നെ ഒന്നും പറയാതെ അകത്തേക്ക് പോയി. വന്ന പാടെ ശ്രീധരൻ സുമയും ശ്രീധരനും കിടക്കുന്ന മുറിയിലേക്ക് കയറി. അച്ഛനൊന്ന് കുളിച്ചിട്ട് വരാം മോളെ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു വയ്ക്ക് പറഞ്ഞുകൊണ്ട് ശ്രീധരൻ കുളിക്കാനായി പുറത്തേക്ക് ഇറങ്ങി. വരാന്തയിലേക്ക് വരുമ്പോൾ അയാളുടെ കണ്ണുകൾ ബാലയുടെ റൂമിന് നേരെ നീണ്ടെങ്കിലും അത് ചാരിയിട്ടുണ്ടായിരുന്നു. ശ്രീധരൻ വന്നപ്പോൾ ബാലയ്ക്ക് ആകെ അസ്വസ്ഥത തോന്നി. ആദിസാർ വിളിക്കുമ്പോൾ അന്നേ അങ്ങ് പോയാൽ മതിയായിരുന്നു. അവൾ ഓരോന്ന് മനസ്സിൽ ഓർത്തുകൊണ്ടിരുന്നു. ബാലേച്ചി എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? അച്ഛൻ വന്നതിനെക്കുറിച്ച് ഓർത്താണോ? ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ എപ്പോഴും കൂടെ തന്നെ കാണും കേട്ടോ, ഉണ്ണിക്കുട്ടൻ അവളുടെ മനസ്സറിഞ്ഞതുപോലെ പറഞ്ഞു.
അച്ഛൻ വന്നപ്പോൾ ഉത്സാഹം കൂടുതൽ ലക്ഷ്മിക്കായിരുന്നു. അമ്മയുടെ ഭരണത്തിൽ നിന്നും തനിക്ക് മോചനം കിട്ടിയല്ലോ, അതായിരുന്നു അവൾ ഓർത്തത്. കുളി കഴിഞ്ഞ് വരുമ്പോൾ ശ്രീധരന് കഴിക്കാനുള്ള ഭക്ഷണം ലക്ഷ്മി വിളമ്പി വെച്ചു. സുമ ആ ഭാഗത്തേക്ക് നോക്കുക പോലും ചെയ്തില്ല. നിന്റെ അമ്മയ്ക്ക് എന്താടി എന്നെ കാണുമ്പോൾ കണ്ണിൽ പിടിക്കാത്തത്? ശ്രീധരൻ ലക്ഷ്മിയോട് ചോദിച്ചു. ലക്ഷ്മി അതിന് വെറുതെ ചിരിച്ചതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. കാരണം ഈ വീട്ടിൽ നടക്കുന്ന എന്ത് കാര്യം പറഞ്ഞാലും അവസാനം അത് തൻ്റെ പേരിൽ വന്ന് നിൽക്കും. പിന്നെ ഇനി അച്ഛൻ്റെ കയ്യിൽ നിന്നും കൂടി നന്നായി പിടകിട്ടും. അതുകൊണ്ട് അവൾ കഴിയുന്നതും ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കാൻ നിന്നില്ല. ബാലയുടെ മുറി അടഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ ശ്രീധരന് ദേഷ്യവും അമർഷവും തോന്നി. രാത്രിയിൽ ഉണ്ണിക്കുട്ടൻ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ ശ്രീധരൻ അവനെ പിടിച്ചു നിർത്തി. ഞാൻ വന്നതിൽ പിന്നെ നിന്നെ പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോടാ. ഉണ്ണിക്കുട്ടൻ ശ്രീധരൻ്റെ കൈ പിടിപ്പിച്ച് മാറി നിന്നു. നിനക്ക് കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്, പോയിരുന്ന് കഴിക്കടാ. സുമ വിളിക്കുമ്പോൾ ഉണ്ണിക്കുട്ടൻ വേഗം അടുക്കളയിലേക്ക് ഓടി. നിങ്ങൾ കഴിച്ചു കഴിഞ്ഞെങ്കിൽ പോയി കിടക്ക്. ശ്രീധരൻ്റെ മുഖത്തേക്ക് നോക്കാതെ മറ്റെവിടെയോ നോക്കി നിന്ന് സുമ സംസാരിച്ചു. നീ എന്താടി ഇങ്ങനെ അന്യരെ പോലെ എന്നോട് പെരുമാറുന്നത്? ഞാൻ വന്ന നേരം മുതൽ നീ ഇങ്ങനെ അമ്പിലും വില്ലിനും എടുക്കാതെ നിൽക്കുകയാണല്ലോ. അവളെ പിടിച്ച് അയാളുടെ ശരീരത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ശ്രീധരൻ മുരണ്ടു. എത്ര ശ്രമിച്ചിട്ടും സുമയ്ക്ക് അയാളുടെ കൈപിടിവിക്കാൻ കഴിഞ്ഞില്ല. ഉണ്ണിക്കുട്ടൻ കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ജാറിൽ ഒരു പാത്രം വെള്ളവും എടുത്ത് റൂമിലേക്ക് കയറി വാതിൽ കുറ്റിയിട്ടു. മേശ പിടിച്ച് കതകിൽ കൂടി ചാരി വെച്ചു. അവൻ്റെ കരുതൽ കണ്ടപ്പോൾ ബാലയുടെ കണ്ണ് നിറഞ്ഞുപോയി. ലക്ഷ്മി നേരത്തെ തന്നെ ഉറക്കമായി. അച്ഛൻ വന്നതുകൊണ്ട് അമ്മ ഇനി മുതൽ അവളുടെ റൂമിൽ കിടക്കില്ലെന്ന് കരുതി അവൾ നേരത്തെ മുറിയിൽ കയറി കുറ്റിയിട്ടു. ലക്ഷ്മിയുടെ മുറിവാതിലിൽ തട്ടി വിളിക്കാൻ പോയ സുമയെ പിന്നിലൂടെ വന്ന ശ്രീധരൻ വാ പൊത്തിപ്പിടിച്ച് മുറിയിലേക്ക് കയറി കുറ്റിയിട്ടു. അയാളുടെ ബലിഷ്ഠമായ കൈകളിൽ കിടന്ന് സുമ പുളഞ്ഞു. ഡോർ ലോക്കാക്കി അവളെ കട്ടിലേക്ക് തള്ളി ശ്രീധരൻ. നീ പറയുന്നതൊക്കെ കേട്ട് ഞാൻ വാലും ചുരുട്ടി നിൽക്കുന്നത് എനിക്ക് പോകാൻ മറ്റൊരിടമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ ഒരു ആവശ്യം മാറ്റാൻ എൻ്റെ ഭാര്യയായ നീ തന്നെ കൂടിയേ പറ്റൂ. അതല്ല നിനക്ക് സമ്മതമല്ലെന്നാണെങ്കിൽ ആ പഴയ ശ്രീധരനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നിപ്പോയി സുമയ്ക്ക്. അവളുടെ ശരീരം കിടുകിടാ വിറച്ചു. ജയിലിൽ എൻ്റെ നല്ല നടപ്പ് കണ്ടിട്ട് തന്നെയാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് അവിടെ നിന്നിറങ്ങാൻ പറ്റിയത്. ചിലതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ അത്ര നല്ലവനായതും. ഇപ്പോൾ എൻ്റെ ആവശ്യം നീ നിറവേറ്റിയില്ലെങ്കിൽ തൊട്ടടുത്ത 2 മുറികളിൽ ഏതിലെങ്കിലും ഒന്നിൽ ഞാൻ പോകും. എന്ത് വേണമെന്ന് നീ തീരുമാനിക്കുക. അയാളുടെ ഭീഷണിയുടെ സ്വരം സുമയുടെ കാതിൽ പതിഞ്ഞു. സുമയെ തളർത്താനുള്ള മറുപടി തന്നെയായിരുന്നു അയാൾ പറഞ്ഞത്. എങ്കിലും അയാളുടെ മുന്നിൽ തോൽക്കാൻ മടിയില്ലാത്തതുപോലെ സുമ വീറോടുകൂടി നിന്നെങ്കിലും ശ്രീധരൻ മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടതും നെഞ്ചിലൊരു വെള്ളടി വെട്ടി. പെട്ടെന്ന് തന്നെ അയാളെ വലിച്ച് അകത്തേക്കിട്ട് അവരാ കതക് കുറ്റിയിട്ട് അതിൽ ചാരി നിന്നു. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് അനുസരണശീലമുണ്ട്. കൈയെത്തിച്ച് ലൈറ്റ് ഓഫാക്കി ശ്രീധരൻ സുമയെ വലിച്ച് നെഞ്ചിലേക്കിട്ടു. 1 വർഷമായി നിന്റെ ചൂടും ചൂരും അറിയാതെ അവരെ ഞെക്കി പൊട്ടിക്കുമെന്നതുപോലെ ശ്രീധരൻ അവരെ ചേർത്ത് പിടിച്ചു. അവരുടെ മാർദ്ദവങ്ങളെ അയാൾ ഞെരിച്ചു ഒടിച്ചു. അറപ്പും വെറുപ്പും കൊണ്ട് സുമ അയാളിൽ നിന്നും പിന്നിലേക്ക് നീങ്ങും തോറും ആവേശത്തോടു കൂടി അയാൾ അവരെ കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അയാളുടെ പരാക്രമം സുമയെ വല്ലാതെ തളർത്തിയിരുന്നു. അയാളെ എതിർക്കാനുള്ള ശേഷി പോലുമില്ലാതെ അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ നിന്നുകൊടുത്തു. ഒട്ടുനേരത്തെ പരാക്രമത്തിന് ശേഷം അവളിൽ നിന്നും അകന്നു മാറുമ്പോൾ ശ്രീധരനിൽ നിറഞ്ഞ നിരാശയായിരുന്നു. 1 വർഷമായില്ലേ, അതുകൊണ്ട് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. എന്തായാലും ഇന്ന് നേരം വെളുക്കുവോളം സമയമുണ്ടല്ലോ. എനിക്ക് നിന്നെ അങ്ങ് ആസ്വദിച്ചിട്ട് മതിയായില്ല. അവരിൽ മുഖം ചേർത്തുകൊണ്ട് ശ്രീധരൻ അങ്ങനെ കിടന്നു. അന്ന് രാത്രി ഇടവേളകളില്ലാതെ ശ്രീധരൻ അവരെ പ്രാപിച്ചുകൊണ്ടേയിരുന്നു. മക്കളെ ഓർത്ത് അവൻ്റെ മുന്നിൽ അവർ മൗനമായി. ഒടുവിൽ സുമയ്ക്ക് ശരീരം നുറുങ്ങുന്നത് പോലെ തോന്നി. എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് കയ്യിൽ കിട്ടിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവർ കട്ടിലിൻ്റെ ഒരു ഭാഗത്തേക്ക് ചുരുണ്ടുകൂടി. എന്നും എഴുന്നേൽക്കുന്ന സമയം കഴിഞ്ഞിട്ടും അമ്മ എഴുന്നേൽക്കാത്തത് കൊണ്ട് ലക്ഷ്മി ക്ലോക്കിലേക്ക് നോക്കി. മണി 9 ആയിട്ടുണ്ട്. ലക്ഷ്മി സുമയെ അന്വേഷിച്ച് വരുമ്പോൾ കട്ടിലിൻ്റെ ഒരറ്റത്തായി ചുരുണ്ട് കിടപ്പുണ്ട്. അവൾക്ക് സുഖമില്ലടി, നീ വിളിക്കാൻ നിൽക്കണ്ട. അച്ഛൻ്റെ ആ പറച്ചിൽ കേട്ടപ്പോൾ ലക്ഷ്മി വേഗം അടുക്കളയിലേക്ക് പോയി. അച്ഛനും കൂടിയുള്ളത് കൊണ്ട് വയ്ക്കാനും വിളമ്പാനും ഒക്കെ അവൾക്ക് വല്ലാത്ത ഉത്സാഹമായിരുന്നു. ബാലയുടെ റൂമിന് മുന്നിലൂടെ പോകുമ്പോൾ ഇടയ്ക്ക് ശ്രീധരൻ എത്തി മുറിയിലേക്ക് നോക്കി. എന്നാൽ റൂമിനകത്ത് ആരുമുള്ളതായി തോന്നിയില്ല. അയാൾ പിന്നാമ്പുറത്തു കൂടി ഇറങ്ങി വീടിന് ചുറ്റും നടന്നെങ്കിലും ബാലയെ അവിടെയൊന്നും കണ്ടില്ല. രാവിലെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഉണ്ണിക്കുട്ടനെക്കുറിച്ച് ശ്രീധരൻ ചോദിച്ചു. നേരം ഒരുപാടായില്ലേ അച്ഛാ? അവൻ ബാലേച്ചി പോകുമ്പോൾ തന്നെ കൂടെ പോകും. അതിന് ബാല എവിടെ പോകുന്നു? അറിയാനുള്ള ആഗ്രഹം ഉള്ളിൽ അടക്കിക്കൊണ്ട് ശ്രീധരൻ ചോദിച്ചു.
അത് പിന്നെ ഇടയ്ക്ക് തൊഴിലുറപ്പ് പണിക്ക് പോകുമ്പോൾ അമ്മയ്ക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അങ്ങനെ 2 മാസക്കാലം അമ്മയ്ക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ബുദ്ധിമുട്ടായതുകൊണ്ട് പൊന്നുമംഗലത്ത് ബാലേച്ചി വീട്ടുജോലിക്ക് പോയി. അതിന് നിന്റെ അമ്മ സമ്മതിച്ചോ അവളെ വീട്ടുജോലിക്ക് വിടാൻ? വീട്ടിലെ കാര്യങ്ങൾ ബുദ്ധിമുട്ടായപ്പോൾ പിന്നെ സമ്മതിക്കാതെ എന്ത് ചെയ്യുമച്ചാ, ഞങ്ങൾക്കും ജീവിക്കണ്ടേ? എങ്ങനെയൊക്കെയോ ലക്ഷ്മി പറഞ്ഞൊപ്പിച്ചു. എങ്കിൽ പിന്നെ നിനക്ക് പോയാൽ പോരായിരുന്നോ? കണ്ട വീട്ടിലെയൊക്കെ അവളെ പറഞ്ഞു വിടേണ്ട ആവശ്യമുണ്ടോ? ശ്രീധരൻ പെട്ടെന്ന് എടുത്തടിച്ചതുപോലെ ചോദിച്ചു. ലക്ഷ്മിക്ക് അച്ഛൻ്റെ ആ വർത്തമാനം ഒട്ടും ഇഷ്ടപ്പെടാതെ അയാളെ നോക്കി. അങ്ങനെയല്ല മോളെ, അച്ഛൻ ഉദ്ദേശിച്ചത് നിനക്കും കൂടി അവളുടെ ഒപ്പം സഹായത്തിന് പോകാമായിരുന്നില്ലേ എന്നാണ്. അതിന് ഞാൻ പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ, പിന്നെ എങ്ങനെ പോകാൻ പറ്റും? അതും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ചാടിത്തുള്ളി എഴുന്നേറ്റ് പോയി. ബാല ചെല്ലുമ്പോൾ ആദ്യ ഓഫീസിൽ പോയിരുന്നു. അവളുടെ ഉത്സാഹമില്ലായ്മ കണ്ടപ്പോൾ മംഗലത്തമ്മ വിവരങ്ങൾ തിരക്കി. മടിച്ചാണെങ്കിലും ശ്രീധരൻ വീട്ടിൽ വന്ന കാര്യങ്ങളും മറ്റും അവൾ മംഗലത്തമ്മയോട് പറഞ്ഞു. അന്നേ പറഞ്ഞതല്ലേ മോളെ ഇവിടെ നിൽക്കാൻ, നീയല്ലേ കേൾക്കാതെ പോയത്? ഇനിയും സമയമുണ്ട്. നീ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടല്ല. അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല അമ്മേ, പക്ഷെ ഞാൻ കൂടി അവിടെ നിന്ന് പോയാൽ എൻ്റെ ഉണ്ണിക്കുട്ടൻ അവിടെ തനിയെ ആയി പോകും. ഉച്ചയായപ്പോൾ ആദി വന്നു. ബാല അവനോടൊന്നും പറഞ്ഞില്ലെങ്കിലും മംഗലത്തമ്മ വഴി ആദ്യ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഞാൻ അത് പ്രതീക്ഷിച്ചതായിരുന്നു അമ്മ. കഴിഞ്ഞ ദിവസം ഹരി വിളിക്കുമ്പോൾ പറഞ്ഞിരുന്നു അയാൾ ഈ ആഴ്ചയിൽ റിലീസാകുമെന്ന്. ബാലയെ ഇനിയും ആ വീട്ടിൽ തന്നെ നിർത്തണമോ അച്ചു? മംഗലത്തമ്മ ചോദിക്കുമ്പോൾ ആദി അമ്മയെ നോക്കി. നമ്മളല്ലല്ലോ അമ്മ അത് തീരുമാനിക്കേണ്ടത്, അവളല്ലേ. നമുക്ക് പറയാനല്ലേ പറ്റൂ, തീരുമാനമെടുക്കേണ്ടത് അവളല്ലേ. ഉച്ചയായിട്ടും അമ്മ ആ കിടപ്പ് തന്നെ കിടക്കുന്നത് കണ്ടപ്പോൾ ലക്ഷ്മി അകത്തേക്ക് വന്നു. അമ്മയ്ക്കെന്താ വയ്യേ? സാധാരണ ഇത്രയും സമയമൊന്നും അമ്മ കിടക്കാറില്ലല്ലോ. അവരൊന്നും മിണ്ടാതെ ഞെങ്ങിഞ്ഞിറങ്ങി എഴുന്നേറ്റ് വേച്ച് പുറത്തേക്കിറങ്ങി. ലക്ഷ്മി സംശയത്തോടെ സുമയെ നോക്കി നിന്നു. എന്നാൽ ഈ സമയം നാട്ടിലെ ഷാപ്പിലിരുന്ന് താൻ ഇല്ലാത്തപ്പോൾ തൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ കൂട്ടുകാരൻ സുഗുണനിൽ നിന്നും കേൾക്കുകയായിരുന്നു ശ്രീധരൻ. കൊള്ളാം, അപ്പോൾ അമ്മയും മകളും തമ്മിൽ തെറ്റി, അതാണ് കാരണം. ഇനി എന്തായാലും എൻ്റെ കാര്യം എളുപ്പത്തിലാകും. ശ്രീധരൻ മനക്കോട്ട കെട്ടി.